ഡിയർ ഫ്രണ്ട്സ്, ലെറ്റ് സ്റ്റഡി ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ആൻഡ് അതർ ലോസിലെ സെക്കൻഡ് ചാപ്റ്ററാണ്. ഇൻകോർപ്പറേഷൻ ആൻഡ് മാറ്റേഴ്സ് ഇൻസിഡൻറ്റൽ ദെയർടു എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ തേർഡ് സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ നോക്കുന്നത് ഫോർമേഷൻ ഓഫ് കമ്പനീസ് വിത്ത് ചാരിറ്റബിൾ ഒബ്ജക്ട്സ് എക്സെട്ര, സെക്ഷൻ 8. അപ്പോൾ ഇതിനെ നോർമലി നമ്മൾ പറയുന്നത് സെക്ഷൻ 8 കമ്പനീസ് എന്നാണ്. അപ്പോൾ എന്താണ് നമുക്ക് സെക്ഷൻ 8 കമ്പനീസ് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പബ്ലിക് കമ്പനി പഠിച്ചായിരുന്നു, അതുപോലെ പ്രൈവറ്റ് കമ്പനി പഠിച്ചായിരുന്നു. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ അതിന് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് അതിൻ്റെ സഫിക്സ് ചേർക്കുന്നു എന്ന് പറഞ്ഞു. പബ്ലിക് ലിമിറ്റഡ് ആണെങ്കിൽ ലിമിറ്റഡ് എന്ന് പറഞ്ഞ് ചേർക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ 1% കമ്പനിയെ പറ്റി പഠിച്ചു. 1% ആണെന്നുണ്ടെങ്കിൽ നമ്മൾ OPCന്ന് ചേർക്കും, അതിൻ്റെ സഫിക്സ് ചേർക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടു. ഇപ്പം അതിൽ നിന്നൊക്കെ ഒരു ഡിഫറായിട്ട് ഒരെണ്ണം കൂടാണ് സെക്ഷൻ 8 കമ്പനീസ് എന്ന് പറഞ്ഞത്. അപ്പോൾ എന്താണ് ഈ സെക്ഷൻ 8 കമ്പനീസ്, എന്താണ് അതിൻ്റെ ഫോർമേഷൻ, എന്താണ് അതിൻ്റെ ഒബ്ജക്റ്റ് എന്നൊക്കെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് നോക്കാം അതിൻ്റെ ഒബ്ജക്റ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് സെക്ഷൻ 8 കമ്പനീസ് എന്നാണ്. എന്താണ് അതിൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. സെക്ഷൻ 8 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 ഡീൽസ് വിത്ത് ദ ഫോർമേഷൻ ഓഫ് കമ്പനീസ് വിച്ച് ആർ ഫോംഡ് ടു പ്രൊമോട്ട് ദ ചാരിറ്റബിൾ ഒബ്ജക്ട്സ് ഓഫ് കൊമേഴ്സ്, ആർട്ട്, സയൻസ്, sports, education, research, social welfare, religion, charity, protection of environment, etc. Such a company intends to apply its profit in promoting its objects and prohibiting the payment of any dividend to its members. അപ്പോൾ ഈ സെക്ഷൻ 8 കമ്പനീസും അതിൻ്റെ എന്താണ് എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സെക്ഷൻ 8 കമ്പനീസ് ഫോം ചെയ്യാനുള്ള അതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് ഇതുപോലെ ചാരിറ്റബിൾ ഒബ്ജക്ട്സുകളായിരിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഇങ്ങനെയൊക്കെയുള്ള ഈ കമ്പനി രൂപപ്പെടുന്നതിൻ്റെ എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ അത് ജനറേറ്റ് ചെയ്യുക, അതിൽ കൂടുതൽ വളരുക എന്നുള്ളതായിരിക്കില്ല അതിൻ്റെ പ്രധാനമായ ആത്യന്തികമായ ലക്ഷ്യം. എന്ന് പറഞ്ഞാൽ അതിന് പ്രോഫിറ്റ് വരുന്നില്ല എന്ന് അർത്ഥമില്ല. നമ്മൾ നേരത്തെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നോൺ പ്രോഫിറ്റ് കമ്പനി എന്നൊക്കെ ഇരുന്ന് വിളിക്കുമായിരുന്നു. സോ നോൺ പ്രോഫിറ്റ് കമ്പനി അല്ല, നോട്ട് ഫോർ പ്രോഫിറ്റ് കമ്പനിയാണ്. എന്ന് പറഞ്ഞാൽ നോൺ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റേ ഇല്ല എന്നുള്ള ഈ കമ്പനിക്ക് അങ്ങനെയല്ല, ഇതിന് പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാകും. നോട്ട് ഫോർ പ്രോഫിറ്റ് കമ്പനിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രധാന ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള എയിമിനോടുകൂടി അല്ല ഈ കമ്പനി ഫോം ചെയ്തേക്കുന്നത്. അപ്പം എന്താണ് ഈ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതെന്ന് പറഞ്ഞാൽ ചാരിറ്റബിൾ ഒബ്ജക്ട്സുമായിട്ട്, അതായത് സയൻസുമായിട്ട് ബന്ധപ്പെട്ടതായാലും എഡ്യൂക്കേഷൻ ആയാലും റിസർച്ച് ആയാലും അതുപോലെ തന്നെ സോഷ്യൽ വെൽഫെയർ ആയാലും അതായത് റിലീജിയസ് ആയാലും അങ്ങനെയൊക്കെ ചാരിറ്റി ഉള്ള അത് ഒബ്ജക്റ്റോട് കൂടി ഫോം ചെയ്യുന്ന കമ്പനിയാണ് സെക്ഷൻ 8 കമ്പനി. അതിൻ്റെ പ്രോഫിറ്റ്സ് അതിൻ്റെ ഒബ്ജക്ട്സിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി മാത്രമായിരിക്കണം ഉപയോഗിക്കേണ്ടി വരുന്നത്. മനസ്സിലാണോ? അപ്പോൾ അതിൽ പ്രോഫിറ്റ് ഉണ്ടായാൽ ആ പ്രോഫിറ്റ് പോലും എന്ത് ഒബ്ജക്ട്സിനാണോ അത് ഫോം ചെയ്തത് ആ ഒബ്ജക്ട്സിനെ പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ആർട്ട് ഒബ്ജക്റ്റ് ആയിട്ട് ഫോം ചെയ്ത കമ്പനിയാണെന്നുണ്ടെങ്കിൽ ആ ആർട്സിനെ പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കണം അതിൻ്റെ അത്യന്തികമായ ലക്ഷ്യം. അതിൻ്റെ പ്രോഫിറ്റ് പോലും അങ്ങനെ ചെയ്യാവൂ. മാത്രമല്ല ഇതിനകത്ത് നിന്ന് ഡിവിഡൻ്റ് ആയിട്ട് മെമ്പേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടി എൻറ്റയർലി പ്രൊഹിബിറ്റ് ആണ്. അങ്ങനെ ഒരു പേയ്മെൻറ്റ്, അതായത് ഡിവിഡൻഡ് ടു ഇറ്റ്സ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് പ്രൊഹിബിറ്റഡ് ആണ്. എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളത് തടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സെക്ഷൻ 8 കമ്പനീസിലെ മെമ്പേഴ്സിന് ഒരു കാരണവശാലും എന്ത് കിട്ടില്ല, ഡിവിഡൻസ് കിട്ടൂല. അപ്പോൾ അതാണ് അതിൻ്റെ ആദ്യത്തേത് പറയുന്നത്. പിന്നെ അതിൻ്റെ ചാർട്ടിൽ പറഞ്ഞിരിക്കുന്നത് നോട്ട് ഫോർ പ്രോഫിറ്റ് കമ്പനി. ഞാൻ പറഞ്ഞില്ലേ, നോട്ട് ഫോർ പ്രോഫിറ്റ് കമ്പനി. പ്രോഫിറ്റ് കമ്പനി പ്രോഫിറ്റിന് വേണ്ടിയല്ല സെക്ഷൻ 8 കമ്പനി പ്രോഫിറ്റിന് വേണ്ടിയല്ല മേക്ക് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്തിനെ പ്രൊമോട്ട് ചെയ്യാനാണ്? കൊമേഴ്സ്, ആർട്ട് അല്ലെങ്കിൽ സയൻസ്, സ്പോർട്സ്, എഡ്യൂക്കേഷൻ, റിസർച്ച്, സോഷ്യൽ വെൽഫെയർ, ചാരിറ്റി, റിലീജിയൻ, പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെൻറ്റ് എക്സെട്ര. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒബ്ജക്റ്റോട് കൂടി ഫോം ചെയ്യുന്ന കമ്പനികളാണ് സെക്ഷൻ 8 കമ്പനി. ഇനി പ്രോഫിറ്റ് ഉണ്ടായാൽ, പ്രോഫിറ്റ് ഉണ്ടായാൽ ഈസ് യൂസ്ഡ് ഇൻ പ്രൊമോഷൻ ഓഫ് ഇറ്റ്സ് ഒബ്ജക്ട്സ് ഉള്ളി. അപ്പോൾ ഇതിൽപ്പെട്ട ഏത് ഒബ്ജക്ട്സിലാണോ അത് ഫോം ചെയ്തത് ആ ഒബ്ജക്ട്സിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി മാത്രമായിരിക്കണം ആ പ്രോഫിറ്റ് യൂസ് ചെയ്യുന്നതെന്നാണ്. ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ്. ഡിവിഡൻഡ് എന്ന് പറയുന്നത് അതിൻ്റെ മെമ്പേഴ്സിന് ഒരിക്കലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യില്ല. ഇനി അതിൻ്റെ സെക്കൻഡ് പറയുന്നത് പവർ ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ടു ഇഷ്യൂ ദ ലൈസൻസ്. അപ്പോൾ ഇനി ഇതിൻ്റെ ലൈസൻസിന് ഇഷ്യൂ ചെയ്യുന്നതെന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിനാണ് അതിൻ്റെ പവർ എന്ന് പറയുന്നത്. നമ്മൾ റീജിയണൽ ഡയറക്ടർ എന്നൊക്കെ പറയും, അത് സെൻട്രൽ ഗവൺമെൻറ്റിനാണ്. CGക്കാണ് ഇതിൻ്റെ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ പവർ. അതെന്താണെന്ന് നോക്കാം.
This section allows the central government to register such a person or association of persons as a company with a limited liability without the addition of words limited. അപ്പോൾ അത് നമുക്ക് അണ്ടർ വരയ്ക്കാം. ഈ ഒരു പേഴ്സണോ അല്ലെങ്കിൽ അസോസിയേഷൻ ഓഫ് പേഴ്സണോ ലിമിറ്റഡ് ലൈബിലിറ്റിയിൽ ലിമിറ്റഡ് എന്ന് ചേർക്കാതെയോ ഓർ പ്രൈവറ്റ് ലിമിറ്റഡ് ടു നെയിം by issuing license on such condition as it deems to fit, the registrar shall on application register such a person or association of person as a company under this section. അപ്പം ഈ സെക്ഷൻ 8 കമ്പനീസ് എന്ന് പറയുന്നത് ഒരു അസോസിയേഷനോ പേഴ്സണോ അല്ലെങ്കിൽ പേഴ്സണോ അവരെന്ന് പറയുന്നത് ലിമിറ്റഡ് ലൈബിലിറ്റിയിൽ ലിമിറ്റഡ് എന്ന പേര് അതിനോടുകൂടി ആഡ് ചെയ്യാതെ അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ പബ്ലിക് ലിമിറ്റഡിൻ്റെ കേസിലാണെങ്കിൽ ലിമിറ്റഡ് എന്നും പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ കേസിലാണെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നും അതിൻ്റെ പേരിനോടൊപ്പം സഫിക്സ് ചേർക്കുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു, ചേർക്കണം അങ്ങനെ ഫോം ചെയ്യുന്നത്. എന്നാൽ സെക്ഷൻ 8 കമ്പനീസിന് അങ്ങനെ അത് ആവശ്യമില്ല. അപ്പം അത് പബ്ലിക് ലിമിറ്റഡ് ആയിട്ട് കമ്പനി വിത്ത് ലിമിറ്റഡ് ലൈബിലിറ്റിയിൽ ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും അത് സെക്ഷൻ 8 കമ്പനി ആയിട്ട് മാറുമ്പോൾ അതിൻ്റെ കൂടെ ഈ ലിമിറ്റഡ് എന്ന് വേണ്ട. അത് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നും സഫിക്സ് വെക്കേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെ എന്താ പറയുന്നത്, ആ വേർഡ് എന്ന് പറയുന്നത് പിന്നെ അഡീഷൻ ചെയ്യേണ്ടാത്ത രീതിയിൽ എന്തോ ചെയ്യാം, നമുക്ക് സെൻട്രൽ ഗവൺമെൻറ് എന്തോ ചെയ്യും, ലൈസൻസ് ഇഷ്യൂ ചെയ്യും. അപ്പം സെൻട്രൽ ഗവൺമെൻറ് ലൈസൻസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന പബ്ലിക് ലിമിറ്റഡ് ആയാലും പ്രൈവറ്റ് ലിമിറ്റഡ് വിത്ത് ലിമിറ്റഡ് ലൈബിലിറ്റി കമ്പനി സെക്ഷൻ 8 പ്രകാരം രൂപീകൃതമാണെന്നുണ്ടെങ്കിൽ അവർക്ക് പേരിൻ്റെ കൂടെ സഫിക്സ് ആയിട്ട് ലിമിറ്റഡ് എന്നോ അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നോ വെക്കേണ്ട ആവശ്യമില്ല. മീൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന കണ്ടീഷൻസ് എല്ലാം ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ. Where it is proved to the satisfaction of the central government that a limited company registered under this act or under any previous company law has been formed with any of its objects and with the restriction and prohibition it may by license allow the company to be registered under section 8 subject to such conditions as the central government deems fit and to change its name by omitting the word limited or as in the case may be the word private limited from its name, and thereupon the registrar shall on application in the prescribed form register such a company under this section and all the provision of this section shall apply to that company. അപ്പം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് ഇപ്പം വിത്ത് ലിമിറ്റഡ് ലൈബിലിറ്റിയിൽ പ്രൈവറ്റ് ലിമിറ്റഡോ അല്ലെങ്കിൽ പബ്ലിക് ലിമിറ്റഡോ കമ്പനി ഫോം ചെയ്യുകയും ആ കമ്പനി അതിൻ്റെ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ചാരിറ്റബിൾ ഇതോ അല്ലെങ്കിൽ ആർട്സോ അല്ലെങ്കിൽ അതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ റിക്വസ്റ്റ് നൽകുകയും ചെയ്യുന്നു. അവർക്ക് സെക്ഷൻ 8 കമ്പനീസ് ആയിട്ട് അതിനെ മാറ്റണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴത്തേന് പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ രജിസ്റ്റർക്കൊപ്പം സെൻട്രൽ ഗവൺമെൻറ് എന്തോ ചെയ്യും, ഈ പറയുന്ന കമ്പനികളുടെ കൂട്ടത്തിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നോ പബ്ലിക് ലിമിറ്റഡ് എന്നോ പേര് ചേർക്കാതെ റൺ ചെയ്യാനുള്ള ലൈസൻസ് കൊടുക്കും. അപ്പം സെൻട്രൽ ഗവൺമെൻറ് ആർക്ക് ആ പവർ ഡെലിഗേറ്റ് ചെയ്യും, രജിസ്ട്രാർക്ക് ആ പവർ ഡെലിഗേറ്റ് ചെയ്യും. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ആണ് ആ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത്. രജിസ്ട്രാർ ആ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഓർഡർ സ്വീകരിച്ചതിന് ശേഷം ഇവർക്ക് എന്തോ ചെയ്യുന്നു, അതിനുള്ള ഓർഡർ കൊടുക്കുകയും ചെയ്യുന്നു, ഓർഡർ പാസ് ചെയ്യുകയും ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ഇതാണ് സെക്ഷൻ 8 കമ്പനീസിൻ്റെ ഇതെന്ന് പറയുന്നത്. അപ്പം സെക്ഷൻ 8 കമ്പനീസ് എന്ന് പറയുന്നത് പബ്ലിക് ലിമിറ്റഡ് ആണെങ്കിൽ ഇനി ലിമിറ്റഡ് എന്ന് ചേർക്കണ്ട, വേർഡ് ഒമിറ്റ് ചെയ്യുക, ലിമിറ്റഡ് എന്നോ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നോ പേരിൻ്റെ കൂടെ ഇടുന്നത് സെക്ഷൻ 8 കമ്പനീസിന് വേണ്ട. അത് ഒമിറ്റ് ചെയ്യാനുള്ള ലൈസൻസ് സെൻട്രൽ ഗവൺമെൻറ് പാസ് ചെയ്യും, ആ ഓർഡർ പാസ് ചെയ്യും. പ്രിവിലേജസ് ഓഫ് ലിമിറ്റഡ് കമ്പനി. ഇനി എന്താണ് ലിമിറ്റഡ് കമ്പനി പ്രിവിലേജസ് എന്ന് പറയാം? ഓൺ രജിസ്ട്രേഷൻ കമ്പനി ഷാൾ എൻജോയ് ദ സെയിം പ്രിവിലേജസ് ആൻഡ് ഒബ്ലിഗേഷൻ ഓഫ് ആസ് ഓഫ് എ ലിമിറ്റഡ് കമ്പനി. അപ്പോൾ ലിമിറ്റഡ് കമ്പനിക്ക് എന്തെല്ലാം പ്രിവിലേജസ് ഉണ്ടോ അതെല്ലാം എന്താ പറയുന്നത് സെക്ഷൻ 8 കമ്പനീസിനും എൻജോയ് ചെയ്യാവുന്നതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും അത് ബാധകമാണ്. അപ്പോൾ എന്തൊക്കെ ലിമിറ്റഡ് കമ്പനിയുടെ പ്രിവിലേജസ് ഉണ്ടോ അതെല്ലാം ഇവർക്കും സ്വീകരിക്കാം. എ ഫേം ബേ ബി എ മെമ്പർ ഓഫ് എ കമ്പനി രജിസ്റ്റേർഡ് അണ്ടർ സെക്ഷൻ 8. അപ്പം സെക്ഷൻ 8 കമ്പനീസിൽ ഒരു ഫേമിന് വേണമെന്നുണ്ടെങ്കിലും അതിൻ്റെ മെമ്പർ ആകാൻ സാധിക്കും. അൾട്രേഷൻ ഓഫ് മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസ്. ഇനി ഇതിനകത്ത് മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾസിൻ്റെ അൾട്രേഷൻ എന്ന് പറയുന്നത് അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. എ കമ്പനി രജിസ്റ്റേർഡ് അണ്ടർ ദി സെക്ഷൻ ഷാൾ നോട്ട് അൾട്ടർ ദ പ്രൊവിഷൻ ഓഫ് ഇറ്റ്സ് മെമ്മോറാണ്ടം ഓർ ആർട്ടിക്കിൾസ് എക്സെപ്റ്റ്. അപ്പം ഈ മെമ്മോറാണ്ടം ഓഫ് ആർട്ടിക്കിൾസും അതുപോലെ തന്നെ ഇത് ഓൾട്ടർ ചെയ്യാൻ പറ്റത്തില്ല എക്സെപ്റ്റ്
എപ്പോഴാണ്? സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രീവിയസ് അപ്രൂവൽ ഇല്ലാതെ. അപ്പം മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും ആൾട്ടർ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രയർ അപ്രൂവൽ നിർബന്ധമാണ്. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ അപ്രൂവൽ ഇല്ലാതെ ഇത് ഓൾട്ടർ ചെയ്യാൻ പറ്റത്തില്ല. അതൊരു റെസ്ട്രിക്ഷൻസ് ആണ്. കൺവേർഷൻ ഇൻറ്റു എനി അതർ കൈൻഡ് ഓഫ് കമ്പനി. എ കമ്പനി രജിസ്റ്റേർഡ് അണ്ടർ ദിസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 8. അപ്പോൾ എ കമ്പനി രജിസ്റ്റേർഡ് അണ്ടർ ദിസ് സെക്ഷൻ മേ കൺവേർട്ട് ഇറ്റ് സെൽഫ് ഇൻറ്റു കമ്പനി ഓഫ് എനി അതർ കൈൻഡ് ഓഫ് ഓൺലി ആഫ്റ്റർ കംപ്ലൈയിങ് വിത്ത് സച്ച് കണ്ടീഷൻ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. A company registered under Section 8 which intends to convert itself into a company of any other kind shall pass a special resolution at a general meeting for approval such conversion. അപ്പം ജനറൽ മീറ്റിങ്ങിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പനിക്ക് വേണം, സെക്ഷൻ 8 കമ്പനിക്ക് വേറെ ഏത് കമ്പനിയായിട്ട് വേണമെന്നുണ്ടെങ്കിലും കൺവേർട്ട് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിന് സെർട്ടൻ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ആ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം. അങ്ങനെ ഫുൾഫിൽ ചെയ്താൽ സെക്ഷൻ 8 കമ്പനീസിന് വേറെ ഏത് കമ്പനീസായിട്ട് മാറാൻ പറ്റും. അതിന് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ചില നിബന്ധനകളൊക്കെ ഉണ്ട്. ആ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ജനറൽ മീറ്റിങ്ങിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിക്കൊണ്ട് സെക്ഷൻ 8 കമ്പനീസിന് വേറെ ഏത് കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യാം. ഇനി റിവോക്കേഷൻ ഓഫ് ലൈസൻസ് എപ്പോഴാണ് റിവോക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലൈസൻസ് എന്താ പറയുക, റദ്ദാക്കുന്നത് എപ്പോഴാണെന്ന് നോക്കാം. The central government may by order revoke the license of the company where the company contravenes any of the requirements or the conditions of this section, subject to which a license is issued, or where the affairs of the company are conducted fraudulently or in violation of the objects of the company or prejudicial to public interest, and on revocation the registrar shall put limited or private limited against the company. അതൊന്ന് ഹൈലൈറ്റ് ചെയ്യാം. Company's name in the register. But before such a revocation, the central government must give its written notice to its intention to revoke license and opportunity to hear the matter. അപ്പം ഒരു ലൈസൻസ് സെൻട്രൽ ഗവൺമെന്റ് കൊടുത്തു എന്ന് പറഞ്ഞു. എന്താ സെൻട്രൽ ഗവൺമെന്റ് കൊടുത്ത ലൈസൻസ് എന്ന് പറയുന്നത്? ഇവർക്കെന്ന് പറയുന്നത് ലിമിറ്റഡ് കമ്പനി ഇവർക്കുടെ ഓപ്പറേഷൻ നടത്താം വിത്തൗട്ട് ആഡിങ് ദ വേർഡ് പ്രൈവറ്റ് ലിമിറ്റഡ് അല്ലെങ്കിൽ ലിമിറ്റഡ് എന്ന് പറയുന്ന പേര് വെക്കാതെ തന്നെ ഇവർക്ക് അവർ ഓപ്പറേഷൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാം. അവരുടെ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്ട്സുകളൊക്കെ ആയിരിക്കണം, ചാരിറ്റബിൾ ഒബ്ജക്ട്സുകളൊക്കെ തന്നെ ആയിരിക്കണം. അത് അതിൻ്റെ പ്രോഫിറ്റ് അതിനുവേണ്ടി തന്നെ മാത്രം പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി മാത്രം ചിലവ്, ഇങ്ങനെയൊക്കെ കുറേ കണ്ടീഷൻസ് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് എപ്പോഴെങ്കിലും വയലേറ്റ് ചെയ്യുകയോ അവരുടെ ഒബ്ജക്ട്സിൽ നിന്ന് വയലേറ്റ് ആവുകയോ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കമ്പനി ഫ്രോഡൻലി കണ്ടക്ട് ചെയ്യുകയോ അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ ലൈസൻസിന് വേണ്ടി നമുക്ക് ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ തെറ്റായിട്ട് ഇൻഫർമേഷൻ കൊടുത്ത് ഇങ്ങനെയൊക്കെ കുറേ കേസുകൾ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് കുറേ വയലേഷനോ അല്ലെങ്കിൽ ഫ്രോഡോ ഒക്കെ മനസ്സിലായി കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിന് ഈ ലൈസൻസ് എന്താ റിവോക്ക് ചെയ്യാം, ലൈസൻസ് എന്താ റദ്ദാക്കാം. അങ്ങനെ റദ്ദാക്കുന്ന മുറയ്ക്ക് ദ രജിസ്റ്റർ ഷാൾ പുട്ട് ലിമിറ്റഡ് ഓർ പ്രൈവറ്റ് ലിമിറ്റഡ് എഗെയിൻസ്റ്റ് എ കമ്പനി നെയിം ഇൻ ദ രജിസ്റ്റർ. അപ്പം ഈ പേരിൻ്റെ കൂടെ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നോ അല്ലെങ്കിൽ പബ്ലിക് ലിമിറ്റഡ് എന്നോ പേര് രജിസ്റ്റർക്ക് എന്തോ ചെയ്യും, അവരുടെ രജിസ്റ്ററിൽ എന്തോ ചെയ്യും, ആഡ് ചെയ്യും. കാരണം അത് ആഡ് ചെയ്യാതിരിക്കാനുള്ള ലൈസൻസ് ആണല്ലോ കൊടുത്തത്. അപ്പോൾ അത് ആഡ് ചെയ്യപ്പെടുകയോ. പക്ഷേ ഇങ്ങനെ സെൻട്രൽ ഗവൺമെൻറ് ഇങ്ങനെ റിവോക്കേഷൻ നടത്തുന്നതിന് മുമ്പ് ഈ ഒരു റിട്ടൺ നോട്ടീസ് കൊടുക്കും ഈ കമ്പനിക്ക്. ആ റിട്ടൺ നോട്ടീസ് എന്ന് പറയുന്നത് ഇതുപോലെ സെൻട്രൽ ഗവൺമെൻറ് ശ്രദ്ധയിൽ ഫ്രോഡിന് അല്ലെങ്കിൽ വയലേഷൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് നിർബന്ധിതനാകും ഈ ലൈസൻസ് റിവോക്ക് ചെയ്യാൻ വേണ്ടി. അപ്പം നിങ്ങൾക്ക് മതിയായ അതിനുള്ള എന്തെങ്കിലും കാരണങ്ങൾ ബോധിപ്പിക്കാനുണ്ടെങ്കിൽ ബോധിപ്പിക്കാനുള്ള കാരണവും കൂടെ പറഞ്ഞിട്ടായിരിക്കും റിട്ടൺ നോട്ടീസ് കൊടുക്കുന്നത്. അപ്പം കമ്പനിക്ക് അതിനെ സപ്പോർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ തന്നെ അതിനെ അനുകൂലിക്കുന്ന വിധത്തിലോ സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് ഡോക്യുമെൻറ്റ്സ് കൈമാറുകയൊക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാം. അപ്പം മതിയായ കാരണങ്ങൾ ബോധിപ്പിക്കാനുള്ള ഒരു അവസരം കമ്പനിക്ക് നൽകിയതിന് ശേഷം മാത്രമേ സെൻട്രൽ ഗവൺമെൻറ് ഈ ലൈസൻസ് റിവോക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനെ റിവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രാർ എന്തോ ചെയ്യും, ഈ കമ്പനിയുടെ പേരിൻ്റെ കൂടെ ലിമിറ്റഡ് എന്നോ അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നോ ആഡ് ചെയ്യപ്പെടും. അത് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്
വേറെ ലൈസൻസ് റിവോക്ഡ്, ഇനി ലൈസൻസ് റിവോക്ക് ചെയ്ത ദ സെൻട്രൽ ഗവൺമെന്റ് മേ ബൈ ഓർഡർ ഇഫ് ഇറ്റ് ഈസ് സാറ്റിസ്ഫൈഡ് ദാറ്റ് ഈസ് എസെൻഷ്യൽ ടു ദ പബ്ലിക് ഇൻട്രസ്റ്റ് ഡയറക്ട് ദാറ്റ് ദ കമ്പനീസ് ബി വൗണ്ട് അപ്പ് അണ്ടർ ദിസ് ആക്ട് ഓർ അമാൽഗമേറ്റഡ് വിത്ത് അനദർ കമ്പനി രജിസ്റ്റേർഡ് അണ്ടർ ദിസ് സെക്ഷൻ. ഹൗവർ നോ സച്ച് ഓർഡർ ഷാൽ ബി മെയ്ഡ് അൺലെസ് ദ കമ്പനി ഈസ് ഗിവൺ എ റീസണബിൾ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹിയർഡ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, ലൈസൻസ് റിവോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രജിസ്ട്രാർ എന്തോ ചെയ്യും, കമ്പനിയുടെ കൂട്ടത്തിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നോ പബ്ലിക് ലിമിറ്റഡ് എന്നോ ആഡ് ചെയ്യുമെന്നു. രണ്ടാമതൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇനി റിവോക്ക് ചെയ്താൽ സെൻട്രൽ ഗവൺമെൻറ് ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് എസെൻഷ്യൽ ആയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ കമ്പനി ഒന്നുകിൽ വൗണ്ട് അപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ കമ്പനി എന്താ പറയുന്നത് ക്ലോസ് ചെയ്യിപ്പിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഇതേ സെക്ഷൻ പ്രകാരം ഇതേ ഒബ്ജക്റ്റിൽ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കമ്പനിയുമായിട്ട് അമാൽഗമേറ്റ് ചെയ്യുകയോ ചെയ്യും. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു ഓർഡർ ഫിറ്റ് ചെയ്യും. ഇത് രണ്ട് ചെയ്യുന്നതിന് മുന്നേ കമ്പനിക്ക് പറയാനുള്ളതും കൂടെ സെൻട്രൽ ഗവൺമെൻറ് സ്വീകരിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ അങ്ങനെ ചെയ്തു. അപ്പോൾ ഒന്നാമത്തെ രജിസ്റ്ററിൽ അങ്ങനെ പേര് ചേർക്കും. രണ്ടാമെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ വൗണ്ട് അപ്പ് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ അമാൽഗമേറ്റഡ് വിത്ത് അനദർ കമ്പനി രജിസ്റ്റേർഡ് അണ്ടർ സെക്ഷൻ, ഈ സെക്ഷനുമായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മറ്റൊരു കമ്പനിയുമായിട്ട് അമാൽഗമേറ്റ് ചെയ്യാനോ സെൻട്രൽ ഗവൺമെൻറ് എന്തോ ചെയ്യും, ഓർഡർ ഇഷ്യൂ ചെയ്യും. അടുത്തത്, where a license is revoked and where the central government is satisfied that it is essential in the public interest that the company registered under this section should be amalgamated with another company registered under this section and having similar objects, then notwithstanding anything to the contrary contained in this act, the central government may by order provide of such amalgamation to form a single company with such constitution, properties, powers, rights, interests, authorities and privileges and such liabilities, duties and obligations as may be specified in the order. അപ്പം ഇനി ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതേ സെക്ഷൻ പ്രകാരമുള്ള കമ്പനിയുമായിട്ട് അമാൽഗമേറ്റ് ചെയ്യുന്നു പറഞ്ഞു. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ സെക്ഷനിൽ ഇതേ സിമിലർ ഒബ്ജക്ട്സുമായിട്ട് ഉള്ള വേറൊരു കമ്പനിയുമായിട്ട് ഇത് അമാൽഗമേറ്റ് ചെയ്യുകയും പിന്നെ ഈ സെൻട്രൽ ഗവൺമെൻറ് ബൈ ഓർഡറിൽ ഈ ഒരു സിംഗിൾ കമ്പനിയായിട്ട് നിലനിൽക്കുകയും പിന്നെ അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ, പ്രോപ്പർട്ടീസ്, പവേഴ്സ് ഇതെല്ലാം ആ ഓർഡറിൽ സ്പെസിഫൈ ചെയ്യുന്നത് പോലെ എന്താ പറയുന്നത് ഈ ഓർഡറിനകത്ത് സ്പെസിഫൈ ചെയ്യും. ഇതെന്താണ് അതിൻ്റെ ലൈബിലിറ്റീസ് എങ്ങനെയാണ്, അതിൻ്റെ ഡ്യൂട്ടീസ് എങ്ങനെയാണ്, ഒബ്ലിഗേഷൻ എങ്ങനെയാണ്, ഇതെല്ലാം അതിനകത്ത് ചെയ്യുകയും ചെയ്യും. അപ്പം സെയിം ഒബ്ജക്റ്റ് ഉള്ള ഒരു കമ്പനിയുമായിട്ട് അമാൽഗമേറ്റ് ചെയ്യുകയും അങ്ങനെ ഒരു ഓർഡർ കൊടുക്കുകയും ചെയ്യും. ഒന്നാമതെന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുന്നത് കമ്പനി വൗണ്ട് അപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ അമാൽഗമേറ്റ് ചെയ്യും എന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ ഇത് സിമിലർ ഒബ്ജക്ട്സ് ഉള്ള കമ്പനിയായിട്ട് അമാൽഗമേറ്റ് ചെയ്യുകയും എന്നാൽ സെൻട്രൽ ഗവൺമെൻറ് ഓർഡറിലൂടെ കൂടെ ഒരു സിംഗിൾ കമ്പനിയായിട്ട് ഫോം ചെയ്യുകയും എന്നിട്ട് അതിൻ്റെ ബാക്കിയുള്ള കാരണങ്ങളെല്ലാം ഓർഡറിൽ പ്രതിപാദിക്കുകയും ചെയ്യും. അടുത്തെന്ന് പറഞ്ഞാൽ ഇഫ് ഓൺ ദ വൈൻഡിങ് അപ്പ് ഓർ ഡിസൊല്യൂഷൻ ഓഫ് എ കമ്പനി registered under this section, the remains after the satisfaction of its debts and liabilities, any asset, they may be transferred to another company registered under section and having similar objects, subject to such a condition as the tribunal may impose, or may be sold and proceeds thereof credited to the insolvency and bankruptcy fund formed under this section 224 of the Insolvency and Bankruptcy Code 2060. ഇനി വൗണ്ട് അപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസൊല്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഡെപ്റ്റ്സ് ആൻഡ് ലൈബിലിറ്റി അല്ലെങ്കിൽ ആസെറ്റ്സ് ഇതെല്ലാം കൂടെ അവർ ചെയ്തിട്ട് ഇതൊന്നുകിൽ വേറൊരു കമ്പനി ഇതേ സെക്ഷനിൽ ഇതേ സിമിലർ ഒബ്ജക്റ്റുമായിട്ട് രൂപപ്പെടുന്ന ആ കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയോ ചെയ്യും. അതെന്ന് പറയുന്നത് സെക്ഷൻ 224 പ്രകാരം ഫോം ചെയ്തേക്കുന്നതാണ്. അതുപോലെ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016 പ്രകാരം. അപ്പോൾ ആ ഫണ്ടിലേക്ക് എന്തോ ചെയ്യും, ഇത് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും. ഇതിൻ്റെ അസറ്റ്സ് ആണെങ്കിലും അത് ഡെപ്റ്റ്സ് ആണെങ്കിലും ലൈബിലിറ്റി ഇതെല്ലാം ഒന്നിലത് ഏതെങ്കിലും ഇതേ സിമിലർ സെക്ഷനിൽ സിമിലർ ഒബ്ജക്ട്സിലുള്ള ഒരു കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ലെങ്കിൽ ഈ ഫണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയോ ചെയ്യും. A company registered under this section shall amalgamate only with another company registered under this section and having similar objects. അപ്പം ഇതിനകത്ത് ഈ കമ്പനി എന്താണ് അമാൽഗമേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് വേറൊരു കമ്പനി എന്ന് പറയുന്നത് ഈ സെക്ഷൻ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 8 കമ്പനി പ്രകാരം രജിസ്റ്റേർഡ് ആയിട്ട് അതേ സിമിലർ ഒബ്ജക്റ്റുമായിട്ട് ചെയ്യുന്ന കമ്പനിയിലേക്ക് മാത്രമാണ് എന്തോ ചെയ്യുന്നത് കമ്പനി എന്താ പറയുന്നത് അമാൽഗമേറ്റ് ചെയ്യുന്നത്. ഇനി പെനാൽറ്റി or punishment in contravention.
If a company makes any default in complying with any of the requirements laid down in this section, the company shall be punishable with a fine varying from 10 lakh rupees to 1 crore rupees. And the directors and every officer of the company who is in default shall be punishable with imprisonment for a term which may extend to 3 years or fine varying from 25,000 rupees to 25 lakh rupees or both. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇതിൻ്റെ പെനാൽറ്റി അല്ലെങ്കിൽ പണിഷ്മെൻറ്റ്. അപ്പം ഈ കമ്പനി ഈ സെക്ഷൻ പ്രകാരം രൂപപ്പെട്ടു. ഇതിനകത്ത് നമ്മൾ പറഞ്ഞു ഫ്രോഡുലൻ്റ് ആയിട്ടോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കമ്പനി എന്താണ് അതിൻ്റെ ലൈസൻസ് റിവോക്ക് ചെയ്യുമ്പം എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നുള്ളതാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇനി ബാക്കിയുള്ള ഇതിൻ്റെ ഫൈൻ എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഫൈൻ എന്ന് പറയുന്നത് 10 ലക്ഷം രൂപ തൊട്ട് 1 കോടി രൂപ വരെ ഫൈൻ ഉണ്ടാകാം. അതുപോലെ തന്നെ ഡയറക്ടേഴ്സ് ആൻഡ് എവരി ഓഫീസർ, ഓരോ ഓഫീസറും ഈ കമ്പനിയിലുള്ള എല്ലാവരും എന്തോന്ന് ഷാൾ ബി പണിഷബിൾ. അപ്പം ഡയറക്ടേഴ്സ് മാത്രമല്ല എല്ലാ ഓഫീസേഴ്സും ഈ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓഫീസേഴ്സ് എല്ലാവർക്കും തന്നെ പണിഷ്മെൻ്റ് ഉണ്ടായിരിക്കും. ആ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് ഇംപ്രിസൺമെൻറ്റ്, ഒന്നുകിൽ അവരെ കൊണ്ട് ജയിലിലടയ്ക്കും, അല്ലെങ്കിൽ അത് 3 വർഷം വരെ ജയിലിലടയ്ക്കാവുന്ന കുറ്റകരമാണ്. അതാണ് അതിൻ്റെ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിത്ത് ഫൈൻ വേരിങ് ഫ്രം 25,000 rupees to 25 lakh rupees, അല്ലെങ്കിൽ എന്താ പറയുന്നത് 25,000 തൊട്ട് 25 ലക്ഷം വരെ ഫൈനും ആകാം, അല്ലെങ്കിൽ ഇംപ്രിസൺമെൻറ്റോ ഇത് രണ്ടും കൂടെ ചേർന്നോ ആകാം. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഫൈൻ അല്ലെങ്കിൽ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത്. And where it is proved that the affairs of the company were conducted fraudulently, every officer in default shall be liable ആക്ഷൻ അണ്ടർ സെക്ഷൻ 447. അപ്പോൾ സെക്ഷൻ 447 എന്ന് പറയുന്നത് ഫ്രോഡും അങ്ങനെയൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന പണിഷ്മെൻറ്റിനെ പറ്റി പറയുന്നതാണ്. അപ്പോൾ ആ സെക്ഷൻ പ്രകാരം ഈ കമ്പനി കണ്ടക്ട് ചെയ്യുന്നത് ഫ്രോഡുലൻ്റ്ലി ആയിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ഓഫീസേഴ്സും എന്താ പറയുന്നത് അവർ ഇതിനകത്ത് ലയബിൾ ആയിരിക്കും. അവരുടെ പണിഷ്മെൻ്റാണ് നേരത്തെ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചാർട്ടായിട്ട് കാണിച്ചിരിക്കും, നമുക്ക് നോക്കാം. കോൺട്രവെൻഷൻ ലൈസൻസ് റിവോക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് ഒന്നുകിൽ അത് അതിൻ്റെ പേരിൻ്റെ കൂടെ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് അല്ലെങ്കിൽ പബ്ലിക് ലിമിറ്റഡ് എന്ന് അതിൻ്റെ രജിസ്റ്ററിൽ ആഡ് ചെയ്തുകൊണ്ട് അങ്ങനെ സെൻട്രൽ ഗവൺമെൻറ് ഓർഡർ ഇറക്കാം, അല്ലെങ്കിൽ വൈൻഡിങ് അപ്പ് ആയിരിക്കും പറയുന്നത്. എന്നിട്ട് വൈൻഡിങ് അപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ സർപ്ലസ് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? സിമിലർ കമ്പനിയിലോട്ടോ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻവോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ഫണ്ടിലോട്ടോ ട്രാൻസ്ഫർ ചെയ്യും. അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് അമാൽഗമേറ്റ് വിത്ത് സിമിലർ കമ്പനിയുമായിട്ട് എന്തോ ചെയ്യും? അമാൽഗമേറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് ലൈസൻസ് റിവോക്ക് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച പോയിന്റ്. അതുപോലെ പണിഷ്മെൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ കമ്പനിക്ക് എന്ന് പറയുന്നത് 10 ലക്ഷം മുതൽ 1 കോടി വരെ അതിൻ്റെ പണിഷ്മെൻറ്റ് വരും. അതുപോലെ ഓരോ ഓഫീസേഴ്സും 25,000 മുതൽ 25 ലക്ഷം വരെ പിന്നെ അവർ ഫൈൻ അടയ്ക്കേണ്ടതായിട്ടും വരും. അല്ലാന്നുണ്ടെങ്കിൽ 3 വർഷം ഇംപ്രിസൺമെൻറ്റോ അല്ലെങ്കിൽ ബോത്തോ, ഇത് രണ്ടോ ഫ്രോഡ് അണ്ടർ സെക്ഷൻ 447 പ്രകാരം അത് ഫൈൻ അടയ്ക്കാൻ ബാധ്യസ്ഥരാണ് എവരി ഓഫീസർ ഓർ ഡയറക്ടർ. ഇനി എക്സംഷൻസ്, ഈ സെക്ഷൻ 8 കമ്പനീസിൻ്റെ എക്സംഷൻസിനെ പറ്റി നമുക്ക് പറയാം. ക്യാൻ കോൾ ഇറ്റ്സ് ജനറൽ മീറ്റിംഗ് ബൈ ഗിവിംഗ് ക്ലിയർ 14 days നോട്ടീസ് ഇൻസ്റ്റെഡ് ഓഫ് 21 days. അപ്പോൾ സാധാരണയുള്ള കമ്പനിക്ക് 21 ദിവസത്തെ നോട്ടീസ് വിളിച്ചുകൊണ്ടാണ് ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം ഈ സെക്ഷൻ 8 കമ്പനീസിന് 21 ദിവസത്തിന് പകരം 14 ദിവസത്തെ നോട്ടീസ് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഒരു എക്സംഷൻ ഉണ്ട്. റിക്വയർമെൻറ്റ് ഓഫ് മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ്, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് എക്സെട്ര ഡസ് നോട്ട് അപ്ലൈ. അപ്പം സാധാരണ കമ്പനിയുള്ള ഒരു മിനിമം ഇത്ര ഡയറക്ടേഴ്സ് വേണം, ഇത്ര ഇത് വേണമെന്ന് പറയുന്നത് പോലെ ഈ സെക്ഷൻ 8 കമ്പനീസിന് അത് ബാധകമല്ല. നീഡ് നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് നോമിനേഷൻ ആൻഡ് റെമ്യൂണറേഷൻ കമ്മിറ്റി ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് റിലേഷൻഷിപ്പ് കമ്മിറ്റി. അപ്പം കാരണം ഇതിനകത്ത് നമ്മൾ പിന്നെ മെമ്പേഴ്സിനൊന്നും ഡിവിഡൻറ്റ് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നോമിനേഷൻ ആൻഡ് റെമ്യൂണറേഷൻ കമ്മിറ്റിയോ അല്ലെന്നുണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് റിലേഷൻഷിപ്പ് കമ്മിറ്റിയോ ഒന്നും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യകത വരുന്നില്ല. കാരണം ഇവിടെ നമ്മൾ മെമ്പേഴ്സിനൊന്നും ഡിവിഡൻറ്റ് കൊടുക്കുന്നുമില്ല. കാരണം ഇതിൻ്റെ പ്രോഫിറ്റ്സ് എല്ലാം നമ്മൾ ഏത് ഒബ്ജക്റ്റിലാണോ ഈ കമ്പനി ഫോം ചെയ്യുന്നത് അതിൻ്റെ
പ്രൊമോഷൻസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പം അതാണ് സെക്ഷൻ 8 കമ്പനീസ് എന്ന് പറയുന്നത്. അപ്പം സെക്ഷൻ 8 കമ്പനീസിനെ പറ്റിയാണ് പറഞ്ഞത്. അതുപോലെ തന്നെ അതിൻ്റെ ബൈ പോയിന്റ്സ് ആണ് നമ്മൾ പറയുന്നത്. ഇതിൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് ചാരിറ്റബിൾ ഒബ്ജക്ട്സ് ആണ് അതിൻ്റെ ഫോർമേഷൻ. അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെക്ഷൻ 8 കമ്പനി ഫോം ചെയ്യുന്നത്. അതിൻ്റെ പ്രോഫിറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈ ഒബ്ജക്ട്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ പ്രോഫിറ്റുകളൊന്നും ഡിവിഡൻ്റ് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്നതല്ല. ഇനി ഏതൊക്കെ ടൈപ്പാണ്? ലിമിറ്റഡ് ലൈബിലിറ്റി ആണ് സെക്ഷൻ 8 കമ്പനി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് കണ്ടക്ട് ചെയ്യാം, അല്ലെങ്കിൽ ലിമിറ്റഡ് എന്നോ അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നോ പേര് ചേർക്കാതെ തന്നെ ഈ കമ്പനി റൺ ചെയ്യാം. അതുപോലെ സ്റ്റാറ്റസ് എങ്ങനെ ഗ്രാൻഡ് ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെൻറ് ആണ് ഇതിൻ്റെ സ്റ്റാറ്റസ് കൊടുക്കുന്നത്. മീൻസ് ഇത് പേര് ആഡ് ചെയ്യാതെ ഈ സെക്ഷൻ 8 കമ്പനീസിൻ്റെ ലൈസൻസ് കൊടുക്കുന്നത്. അപ്പം പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് ആണ് അത് കൊടുക്കുന്ന ലൈസൻസ് ഇഷ്യൂ എന്ന് പറയുന്നെങ്കിൽ പോലും സെൻട്രൽ ഗവൺമെൻറ് ആ പവർ എന്ന് പറയുന്നത് ROCക്ക് രജിസ്ട്രാർ ഓഫ് കമ്പനീസിനാണ്. അപ്പം അവർക്കാണ് ഈ പിന്നെ ഡെലിഗേറ്റ് ചെയ്യും. അപ്പോൾ അവർ ഈ പവർ ഇഷ്യൂ ചെയ്യും. അവരെന്തോ ചെയ്യും, ഈ ലൈസൻസ് കമ്പനിക്ക് കൊടുക്കുകയും ചെയ്യും. വിച്ച് മീൻസ് സെൻട്രൽ ഗവൺമെൻറ് ആണ് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നതെന്ന് പറയുമെങ്കിൽ പോലും സെൻട്രൽ ഗവൺമെൻറ് ആ പവർ എന്ന് പറയുന്നത് ROCക്കാണ് കൊടുക്കുന്നത്. അപ്പം ROC ആണെന്നുണ്ടെങ്കിൽ ഈ ലൈസൻസ് എന്തോ ചെയ്യും, കമ്പനീസിന് കൊടുക്കുകയും ചെയ്യും. ഓക്കെ. റിവോക്കേഷൻ ഓഫ് ലൈസൻസ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിന് ഈ ലൈസൻസ് റിവോക്ക് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതെന്ന് പറയുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനി കണ്ടക്ട് ചെയ്യുന്ന ഫ്രോഡുലൻ്റ്ലിയോ അല്ലെങ്കിൽ നമ്മൾ പബ്ലിക് ഇൻട്രസ്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സെക്ഷൻ 8ൻ്റെ എന്താണോ ആ സെക്ഷൻ 8 എന്ന് പറയുന്നത് പ്രതിപാദിക്കുന്നത് അതിനെ കോൺട്രിബ്യൂൺ ചെയ്യുന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് എന്തോ ചെയ്യും, ഈ ലൈസൻസ് റിവോക്ക് ചെയ്യും. റിവോക്ക് ചെയ്താൽ ഒരു കാര്യം പറയാം, നമ്മൾ ഡയറക്റ്റായിട്ട് റിവോക്ക് ചെയ്യില്ല. റിവോക്ക് ചെയ്യുന്നതിന് മുമ്പേ നോട്ടീസ് കൊടുക്കും. നോട്ടീസ് കൊടുത്തിട്ട് കമ്പനിയിൽ നിന്ന് കമ്പനിക്ക് പറയാനുള്ളതും കൂടെ കേട്ടുകൊണ്ട് മാത്രമേ സെൻട്രൽ ഗവൺമെൻറ് എന്തോ ചെയ്യത്തുള്ളൂ, ലൈസൻസ് റിവോക്ക് ചെയ്യത്തുള്ളൂ. ഇനി എഫക്ട്സ് ഓഫ് റിവോക്കേഷൻ ഓഫ് ലൈസൻസ്. അപ്പോൾ പിന്നെ റിവോക്കേഷൻ ഓഫ് ലൈസൻസിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് കമ്പനി എന്താണെന്ന് പറയുന്നത് ലിമിറ്റഡ് എന്നോ അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നോ പേര് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള കുറേ എഫക്ട്സ് കണ്ടു. അത് ഒന്നുകിൽ വൗണ്ടപ്പ് ചെയ്യുകയോ വൗണ്ടപ്പ് ചെയ്തിട്ട് അതിൻ്റെ സർപ്ലസ് എന്ന് പറയുന്നത് സിമിലർ ഒബ്ജക്ട്സ് ഉള്ള കമ്പനിക്ക് ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ലെങ്കിൽ ബാങ്ക്രപ്സി ഫണ്ടിലേക്ക് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ലെങ്കിൽ അമാൽഗമേറ്റ് വിത്ത് സിമിലർ കമ്പനിയിലേക്കോ ഒക്കെ. പിന്നെ അതാണ് ലൈസൻസ് റിവോക്ക് ചെയ്യുന്നതിൻ്റെ എന്ന് പറയുന്നത് അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പണിഷ്മെൻറ്റും ഉണ്ടാകാറുണ്ട്. പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത് കമ്പനിക്ക് പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത് 10 ലക്ഷം മുതൽ 1 കോടി വരെ. അതുപോലെ എവറി ഓഫീസർ ഓർ ഡയറക്ടർ ഷാൾ ഡിഫാർ ടു പണിഷ്ഡ് അപ് ടു 25,000 തൊട്ട് 25 ലക്ഷം വരെ അവർക്ക് പണിഷ്മെൻറ്റ് ഫൈൻ ഉണ്ടാകും. അതുപോലെ തന്നെ 3 വർഷം വരെ ജയിൽ ശിക്ഷ അനുഭവിക്കാനുള്ള വകുപ്പാണ്. അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ അണ്ടർ സെക്ഷൻ 447 ഫ്രോഡ് ആക്ട് പ്രകാരം പിന്നെ അവരിത് അടയ്ക്കണം. അപ്പോൾ ഇത്രയാണ് സെക്ഷൻ 8 കമ്പനീസിനെ പറ്റി പറയുന്നത്.